നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലോത്ത് ഡയപ്പേഴ്സിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയായിരിക്കും ക്ലോത്ത് ഡയപ്പർ എന്താണെന്ന്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. നമ്മൾ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ആയിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം റീയൂസ് ചെയ്യാൻ പറ്റിയ, അതായത് കഴുകി വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റിയ ഡയപ്പേഴ്സാണ് ക്ലോത്ത് ഡയപ്പേഴ്സ്. ഇത് ന്യൂ ബോൺ ബേബീസിന് ഉപയോഗിക്കാൻ പറ്റുമോ? പിന്നെ ഇതിൻ്റെ അബ്സോർബൻസി എത്രയാണ്? കുഞ്ഞിനെ നനവ് തട്ടുമോ? പിന്നെ രാത്രി ഉപയോഗിക്കാൻ പറ്റുമോ? പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, പിന്നെ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു 3 വയസ്സ് വരെയൊക്കെ ഡയപ്പേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ചില കുട്ടികൾക്ക് മുഴുവൻ സമയം ഉപയോഗിക്കാറുണ്ട്, ചില കുട്ടികൾക്ക് രാത്രിയിലും പിന്നെ പുറത്ത് പോകുമ്പോഴും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എങ്ങനെയാണെങ്കിലും നമുക്ക് ഒരുപാട് ഡയപ്പേഴ്സ് വാങ്ങേണ്ടി വരും. പക്ഷേ ഈ ക്ലോത്ത് ഡയപ്പറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് അധികം ഒന്നും വാങ്ങേണ്ടി വരുന്നില്ല. വാങ്ങിക്കുമ്പോൾ നമ്മൾ അബ്സോർബൻസി ഉള്ളത്, നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അങ്ങനെ വരുമ്പോൾ ഡിസ്പോസിബിൾ ഡയപ്പറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. പക്ഷെ എന്നാലും നമ്മളൊരു കാര്യം ആലോചിക്കണം, ഇത് നമ്മൾ ഒരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ അല്ല വാങ്ങിക്കുന്നത്. ഇത് നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് ഒരു നഷ്ടവും വരുന്നില്ല. ഇനിയുള്ളൊരു ഇഷ്യൂ ഈ ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ക്ലോത്ത് ഡയപ്പർ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല, നമ്മൾ കഴുകി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഫുൾ ടൈം ഡയപ്പർ ഉപയോഗിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ അവർക്ക് റാഷസും റെഡ്നെസ്സും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അലർജിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലോത്ത് ഡയപ്പേഴ്സാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് അത് കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. ഇപ്പോൾ ക്ലോത്ത് ഡയപ്പേഴ്സിന് റാഷസ് വരത്തില്ല എന്നല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. മഴക്കാലത്തൊക്കെ കുഞ്ഞുങ്ങൾ ഒരുപാട് പ്രാവശ്യം പീ ചെയ്യും. അപ്പോൾ ഒരുപാട് തുണി കഴുകാനുണ്ടാകും, ഉണക്കാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്തൊക്കെ നമുക്ക് ഈ ക്ലോത്ത് ഡയപ്പേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ക്ലോത്ത് ഡയപ്പറിൻ്റെ ആണെങ്കിലും ഇൻസേർട്ടിന് ഒരുപാട് ലെയേഴ്സ് ഉള്ളതായിരിക്കും, അപ്പോൾ അതും ഉണങ്ങാൻ ഒരു ദിവസം എടുക്കും. ഇനി ക്ലോത്ത് ഡയപ്പേഴ്സ് വാങ്ങുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് ടൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. പിന്നെ എപ്പോഴും ഇത് നന്നായിട്ട് കഴുകി കുറേ വെള്ളത്തിൽ കഴുകിയിട്ട് ഉണക്കി ഉപയോഗിക്കുക. അവർ മെഷീൻ വാഷ് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സൈസ് നോക്കി വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇത് 2 സൈസ് അവൈലബിൾ ആണ്. ഒന്ന് ന്യൂ ബോൺ, ഒന്ന് ഗ്രോ വിത്ത് യുവർ ബേബി. ന്യൂ ബോൺ എന്ന് പറഞ്ഞാൽ 0 to 6 monthsൻ്റെ, ഗ്രോ വിത്ത് യുവർ ബേബി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് സ്നാപ്പ് ബട്ടൺസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ അളവനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇത് 0 to 2 years, 0 to 3 years അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വേസ്റ്റിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. പിന്നെ കഴുകും തോറും ഇതിൻ്റെ അബ്സോർബൻസി കൂടും, ഈ ഡയപ്പറിൻ്റെ അബ്സോർബൻസി കൂടും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡയപ്പർ വാങ്ങിക്കുമ്പോൾ അത് എത്രത്തോളം അബ്സോർബൻസി ഉണ്ടെന്ന് വെച്ചാലും അത് ആദ്യം നമ്മൾ പകൽ ഉപയോഗിക്കുക, പകൽ കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ പകൽ യൂസ് ചെയ്ത് കഴുകിയതിന് ശേഷം മാത്രമേ രാത്രിയിൽ ഉപയോഗിക്കാവൂ. പിന്നെ പകൽ സമയങ്ങളിൽ 4-5 മണിക്കൂർ കൂടുതൽ ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത്. ഏറ്റവും മാക്സിമം 5 മണിക്കൂർ കൂടുതൽ ഇത് യൂസ് ചെയ്യാനേ പാടില്ല. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞിന് ഇത് കെട്ടിക്കൊടുക്കുമ്പോൾ അത് ഒരുപാട് സ്നാപ്പ് ബട്ടൺസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റും കുഞ്ഞിൻ്റെ വേസ്റ്റ് അനുസരിച്ച് തന്നെ കെട്ടിക്കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ ഒക്കെ ലീക്കാവും. ഇതുപോലെ നല്ല ക്യൂട്ട് ഡിസൈനൊക്കെ ആമസോണിൽ കിട്ടും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ക്ലോത്ത് ഡയപ്പേഴ്സിൻ്റെ ലിങ്ക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, വാങ്ങണമെങ്കിൽ വാങ്ങിക്കുക. ഇതൊരു ക്ലോത്ത് ഡയപ്പറാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു ഔട്ടർ കവറും പിന്നെ ഒരു ഇൻസേർട്ടുമാണ് വരുന്നത്. ഇതിപ്പോൾ ഒരു പോക്കറ്റ് ഡയപ്പറാണ്. അപ്പോൾ നമുക്ക് ഈ ഇൻസേർട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ കാണിച്ചു തരാം. ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ലീക്കാവും. പിന്നെ ഇത് ക്ലോത്ത് ഡയപ്പറിൻ്റെ ഒരു ടൈപ്പ് മാത്രമാണ് കേട്ടോ. ഇതുപോലെ അകത്ത് വെച്ചിട്ട് കുഞ്ഞിൻ്റെ വേസ്റ്റ് സൈസ് അനുസരിച്ചിട്ട് നമുക്ക്
ബട്ടൺ ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ കറക്റ്റായിട്ട് കുഞ്ഞിൻ്റെ കാലിൻ്റെ അളവിനനുസരിച്ച് തന്നെ ചെയ്ത് കൊടുക്കണം. ഇത് ഗ്രോ വിത്ത് യുവർ ബേബി ആ ടൈപ്പ് ഡയപ്പറാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞ് വളരുന്നതനുസരിച്ചിട്ട് ഇത് ചെറുതാക്കിയും വലുതാക്കിയും ചെയ്യാം. ഇപ്പോൾ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നടുക്കുള്ള സ്നാപ്പ് ബട്ടൺസ് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ചെറിയ ഡയപ്പറായി. കണ്ടോ? ഇതിപ്പോൾ കുഞ്ഞു വാവയ്ക്കൊക്കെ കെട്ടിക്കൊടുക്കും. ഇനി കുറച്ചുകൂടെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത ലെവലിലോട്ട് സ്നാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ചെറുതാക്കിയും വലുതാക്കിയും ചെയ്യാം ഗ്രോ വിത്ത് യുവർ ബേബി ഡയപ്പറിൽ. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സൈസ് അനുസരിച്ച് ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാം. ഇനി ഈ ഡയപ്പേഴ്സിൽ ഈ ഔട്ടർ കവറിലും പല ടൈപ്പുണ്ട്, ഈ ഇൻസേർട്ടും പല ടൈപ്പുണ്ട്. അതൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പം തന്നെ ഇത് കുറച്ച് ലെങ്തി ആയിപ്പോയി. പിന്നെ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് അതിനെക്കാട്ടിലും അബ്സോർബൻസി കുറവാണ്. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഇത് സ്നാപ്പ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ലീക്കാവും. പിന്നെ പുറത്ത് പോകുമ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല, പകൽ സമയത്തും രാത്രിയിൽ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.